നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 16-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 2-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ ശരിക്ക് നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലം. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നക്ഷത്രമാണ് മൂലം. നമുക്ക് കേരളത്തിലൊക്കെ ഉള്ളവരോട് അവരെ നക്ഷത്രം ചോദിക്കുമ്പോൾ മൂലം നക്ഷത്രം എന്ന് പറയാനായിട്ട് ഒരു മടി. അവർക്ക് ചിലപ്പോൾ നമ്മളെ ഫേസ് ചെയ്തുകൊണ്ട് മൂലം എന്ന് പറയില്ല, ഒരു അങ്ങോട്ട് തന്നെ മൂലം നക്ഷത്രം, അല്ലെങ്കിൽ ഒരു മടിച്ച് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു മടിയും വേണ്ട, കാരണം നക്ഷത്രങ്ങളുടെ മൂടാണ്, എൻ്റെ റൂട്ടാണ്. മൂടില്ലെങ്കിൽ ഒന്നുമില്ല. നക്ഷത്രങ്ങളുടെ ഏറ്റവും പവർഫുൾ നക്ഷത്രമാണ് മൂലം നക്ഷത്രം. ശുഭനക്ഷത്രമാണ് മൂലം. അപ്പോൾ നമുക്ക് മൂലത്തിന് വേറൊരു അർത്ഥവും കൂടി ഇവിടെ കൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു പറയാനായിട്ടൊരു മടി പോലെ പറഞ്ഞത്. മൂടെന്ന് പറഞ്ഞാൽ മൂട് തന്നെയാണ് മൂലത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ നക്ഷത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇടവ മാസത്തിലെ മൂലനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക്, ഇന്ന് ശുഭനക്ഷത്രമാണ്, ശുഭദിവസമാണ്. ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും. പ്രധാനമായിട്ട് കല്യാണം നടക്കാതിരിക്കുന്നവർ, കുറേ കാലമായിട്ട് കല്യാണത്തിന് ശ്രമിക്കുന്നുണ്ട്, കല്യാണമൊന്നും നടക്കുന്നില്ല. നിങ്ങൾ നല്ല ശ്രമം നടത്തുക, നിങ്ങൾക്കിപ്പോൾ കല്യാണം നടക്കും. അതുപോലെ മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന പാരൻസ്, നിങ്ങൾക്ക് നിങ്ങളെ മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റും. മക്കളെ പോലെ പ്രാധാന്യമുണ്ട് പാരൻസിൻ്റെ സമയത്തിനും. ചിലപ്പോൾ മക്കൾക്ക് നല്ല സമയമാണെങ്കിൽ പോലും അച്ഛനും അമ്മയ്ക്കും കൊള്ളാത്ത സമയമാണെങ്കിലും ആ വീട്ടിലെ ശുഭകാര്യങ്ങൾ നടക്കാൻ പോവില്ല. ആളുകളെല്ലാം മക്കളുടെ സമയം പോയി നോക്കും. അയ്യോ, എൻ്റെ മോൾക്ക് ഇപ്പോൾ കല്യാണ സമയമായോ, മോനെ ജോലി കിട്ടാറായോ. പക്ഷേ അച്ഛനും അമ്മയ്ക്ക് സന്തോഷിക്കാൻ കൊള്ളാത്ത സമയമാണെങ്കിൽ ആ സമയത്ത് ശുഭകാര്യങ്ങൾ നടക്കാതെ വരും. അതുകൊണ്ടാണ് അതിനെന്തെങ്കിലും പരിഹാരം കൂടി ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരെ കാര്യം കൂടി നോക്കിയിട്ട് അതിനെന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാറ്റി കൊടുത്തിട്ട് അവർക്ക് വേണ്ടി ശ്രമിച്ചാൽ. കാരണം ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു വാഹനം പോലെയാണ്. വാഹനത്തിൻ്റെ ഡ്രൈവറാണ് അവിടുത്തെ ഗ്രഹനാഥനെങ്കിൽ കോ ഡ്രൈവറാണ് ഗ്രഹനാഥ. ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ് വീട്ടിലുള്ള വയസ്സായവരാവട്ടെ മക്കളാവട്ടെ. അപ്പോൾ ഈ വാഹനം പഞ്ചറായി കിടന്നാൽ എല്ലാവരും വഴി കിടക്കും. അല്ലാതെ ഒരാളിന് നല്ല സമയം എന്ന് പറഞ്ഞിട്ട് അവരും അവിടുന്ന് ഓവർകം ചെയ്ത് പോകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെ സമയത്തിന് പ്രാധാന്യം കൊടുത്ത് കൊണ്ടുപോകണം. എന്തായാലും മംഗല്യം നടക്കാത്തവർക്ക്, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നവർ, ഇപ്പോൾ നിങ്ങളെ ഒന്ന് സോൾവ് ചെയ്ത് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തയ്യാറായാൽ കാര്യങ്ങൾ സ്മൂത്തായി നടക്കും. കാരണം ആ വിവാഹ ബന്ധത്തിലുള്ള ഉലച്ചിൽ മാറും. ചെറിയ ചെറിയ പ്രശ്നങ്ങളാൽ അകന്നു നിൽക്കുന്നവർ അടുക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണ്, ഭർത്താവിന് ജോലിയില്ലാതെ വിഷമിക്കുന്ന ഭാര്യ, ഭർത്താവിന് ജോലി കിട്ടും. ഭാര്യയ്ക്ക് ജോലിയില്ലാതെ വിഷമിക്കുന്ന ഭാര്യയ്ക്ക് ജോലി കിട്ടി, ഭർത്താവിനൊപ്പം, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയായിട്ട് അകന്ന് ജോലി ചെയ്ത് നിൽക്കുക. ഇപ്പോൾ വിദേശത്തേക്കാവും പലപ്പോഴും ഭർത്താവിന് ഭാര്യയെ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് അവരെ കൂട്ടി ഒരുമിച്ച് വസിക്കാൻ നടക്കുന്ന കാലഘട്ടമാണ്. ഇങ്ങനെ കുറേ സന്തോഷം തരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് അറിയുക. അതുപോലെ ഇന്നും നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ നിങ്ങൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. ഇപ്പോൾ രാവുകാല സമയം നമ്മൾ നോക്കുമ്പോൾ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 10:30 മണി മുതൽ 12 മണി വരെ രാവുകാലം. പക്ഷേ ഇന്നത്തെ രാവുകാലം 10:47 മാത്രമേ തുടങ്ങുള്ളൂ. 10:47 തൊട്ട് 12 മണി 21 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ ശുഭയാത്രയ്ക്ക് അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ ചെയ്യാനും രാവുകാലം ഒഴിവാക്കുക. പക്ഷേ ഒരു കാര്യത്തിന് എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. അതിന് ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 7 മണി 40 മിനിറ്റ് തൊട്ട് 9:14 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 3 മണി 28 മിനിറ്റ് തൊട്ട്
5 മണി 1 മിനിറ്റ് വരെയും. ഈ സമയം മൊത്തത്തിൽ കൊള്ളാത്ത സമയമാണ്, അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് എന്തൊക്കെ മുഹൂർത്തം ഉണ്ടെങ്കിലും സമയം ഒഴിവാക്കുക. അതുപോലെ ഇന്നും നമുക്ക് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്, എങ്കിലും അഭിജിത്ത് മുഹൂർത്തത്തിന് നമുക്ക് പ്രാധാന്യം കൊടുക്കാം. 11 മണി 57 മിനിറ്റ് തൊട്ട് 12:45 വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് നമ്മൾ പുറത്തു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റെഡ് മിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഡ് കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തി പോകുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാകാൻ സഹായിക്കും. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂടും, നമ്മൾ പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വിജയിക്കും, നമ്മൾ ശ്രദ്ധിക്കപ്പെടും. ഇതെല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് ആ പോസിറ്റീവ് സ്വീകരിക്കാൻ വേണ്ടി വസ്ത്രത്തിന് ശക്തിയുണ്ട്. അതിനൊരു ഉദാഹരണമാണ്, നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് കറുത്ത വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് ചൂട് ഓവറായിട്ട് ആക്രമിക്കപ്പെടും. കാരണം പ്രപഞ്ചത്തിൽ നിന്ന് എനർജി കിടമ്പോൾ ചൂട് ഓവറായിട്ട് നമ്മുടെ ശരീരത്തിൽ വരും. കറുപ്പ് ചൂടിനെ ആഗിരണം ചെയ്യും. അതുപോലെ പ്രപഞ്ചത്തിൽ ഓരോ കളറിനും ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള ആ ദിവസത്തെ എനർജിയെ ആഗിരണം ചെയ്യാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലതാണ്. ഈ ദിവസം എല്ലാ പേർക്കും, അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.